ഹരിപ്പാട് ഇന്ത്യ സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതി ജനം ടിവിയോട് ശരിയാണ് തത്സമയം. കെ.പി. ഹരിപ്പാട്ട് ശക്തമായ മത്സരം കാഴ്ചവെച്ച NDA സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം, നാളെ ഇനി 24 മണിക്കൂറില്ല വോട്ടെണ്ണലിലേക്ക് എത്താൻ. എന്താണ് പ്രതീക്ഷ? എത്രത്തോളം മികച്ച ഒരു വിജയമാണ് പ്രതീക്ഷിക്കുന്നത് അടക്കം ചോദിക്കും. എങ്ങനെയാണ് നാളെ ഇതേ സമയത്ത് ഒരുപക്ഷെ ഫലം വന്നു കഴിയും? ഹരിപ്പാട്ടെ പ്രതീക്ഷ എത്രത്തോളം? തീർച്ചയായും പൂർണ്ണമായ ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോൾ ഹരിപ്പാട്. ഞാൻ മാത്രമല്ല, ഹരിപ്പാട് മുഴുവൻ പ്രവർത്തകരും വലിയ ആത്മവിശ്വാസത്തിലും ശുഭപ്രതീക്ഷയിലുമാണ്. ഹരിപ്പാട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനം നമുക്ക് ബൂത്ത് തലങ്ങളിൽ ഓരോ വീടുകളിൽ വരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നൊരു രാഷ്ട്രീയമായ അന്തരീക്ഷവും ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും 100% വിശ്വസിക്കുന്നത് ഹരിപ്പാട് നിന്ന് ചരിത്രം കുറിക്കുന്ന ഒരു ഫലം നാളെ ഈ സമയത്തോടു കൂടി പുറത്തു വരുമെന്ന് തന്നെയാണ്. ഇപ്പം അവിടെ തോൽപ്പിച്ചാൽ ഒരു മുഖ്യമന്ത്രി, കോൺഗ്രസ് UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരിൽ ഒരാൾ, അതോടൊപ്പം ഒരു ദേശീയ നേതാവിനെയാണ് അട്ടിമറിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ അംഗവുമാണ് നിയമസഭയിൽ. അപ്പം എത്രത്തോളം അത് ജനകീയമായി ഉള്ള ഒരു പിന്തുണ കിട്ടിയിട്ടുണ്ട് ഈ പ്രചരണ വേളയിലെല്ലാം? എത്രത്തോളം ഒരു സ്വീകാര്യതയാണ് ഹരിപ്പാട്ട് കിട്ടിയത്? അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഘട്ടങ്ങളിലും നമുക്കറിയാം, സുധീഷുമായിട്ട് തന്നെ ജനം ടി വിയായിട്ട് നമ്മൾ പലവട്ടം സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. കാരണം നമ്മൾ ആദ്യം അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ഈ പറഞ്ഞ വലിയ നേതാവിനെതിരെ മത്സരിക്കാൻ ചെല്ലുന്നു എന്നൊരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ ആ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല എന്ന് എന്നെ മനസ്സിലാക്കി തരികയാണ്. സത്യത്തിൽ എനിക്കായിരുന്നില്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നത്, അവിടെയുള്ള ജനങ്ങൾക്കും പ്രവർത്തകർക്കുമായിരുന്നു ആത്മവിശ്വാസം. അതിൻ്റെ വ്യത്യാസമാണ്, അല്ലാതെ സ്ഥാനാർത്ഥിയുടെ ഒരു ആത്മവിശ്വാസം കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് എന്തെങ്കിലും മലമറിക്കുന്നു എന്ന തരത്തിലല്ല. ഞാൻ സത്യത്തിൽ ആശങ്കയിലായിരുന്നു ഹരിപ്പാട്ടേക്ക് ചെല്ലുമ്പോൾ. കാര്യം മുമ്പ് പറഞ്ഞതുപോലെ വലിയൊരു നേതാവാണ്, രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു നേതാവിനെതിരെ മത്സരിക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയായിരുന്നു. പക്ഷേ പ്രവർത്തകരും സാധാരണ മനുഷ്യരുമാണ് എന്നെ ബോധ്യപ്പെടുത്തി തന്നത് അതൊരു വിഷയമേ അല്ല, ഇവിടെ അട്ടിമറി സംഭവിക്കും എന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ജനങ്ങൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു. കാരണം അത്ര വലിയ ഒരു പിന്തുണ, അത് എക്രോസ് ദ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് നമുക്ക് വേണമെങ്കിലും, അത് BJPക്കാർ മാത്രമല്ല, നിഷ്പക്ഷർ മാത്രമല്ല, കാലങ്ങളോളം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തകർ പോലും നമ്മളെ ടെലിഫോൺ ചെയ്തിട്ട് ഇത്തവണ ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഇങ്ങോട്ട് എനിക്ക് ആത്മവിശ്വാസം നൽകി. അത് വോട്ടെടുക്കുന്ന സമയത്ത് മാത്രമല്ല, ഇപ്പോൾ വോട്ടെടുപ്പിന് ശേഷം ഇപ്പോൾ നമുക്കറിയാം 1 മാസത്തോളമാകുന്നു. ഞാൻ ഹരിപ്പാട്ട് നിരവധി തവണ പോയി. ചെല്ലുമ്പോൾ ആ നാട്ടുകാർ ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കാണ് ഞങ്ങൾ ഇത്തവണ വോട്ട് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്, ഞങ്ങൾ CPMകാരാണ്, പക്ഷേ ഇത്തവണ വോട്ട് സന്ദീപനായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെയധികം കൂടുന്നത്. അത് എന്തായാലും ജനാധിപത്യത്തിന് തന്നെ ആ ഒരു വലിയ നേട്ടമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ മത്സരം കൃത്യമായി LDFുമായിട്ടായിരുന്നോ UDFുമായിട്ടായിരുന്നോ? എന്താണ് ഈ പ്രചരണ വേളയിലെല്ലാം നമുക്ക് കിട്ടിയൊരു ഫീൽ? കാരണം ഹരിപ്പാട് എന്നുള്ളത് എപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മത്സരത്തിന് പേരുകേട്ട ഒരു മണ്ഡലമാണ്. കാരണം നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ അറിയാം, CPIയുടെ പ്രവർത്തന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ പ്രവർത്തന റിപ്പോർട്ടിൽ അവർ കൃത്യമായി പറഞ്ഞിരുന്നു, CPM വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പോയി, അതുകൊണ്ടാണ് അവിടെ CPI തോറ്റത് എന്ന് വിലയിരുത്തിയത് CPI ആണ്. അതിനുശേഷം അവിടെ CPIയിൽ അച്ചടക്ക നടപടികളുണ്ടായിട്ടുണ്ട്, CPMൽ നടപടിയുണ്ടായിട്ടുണ്ട്. അപ്പോൾ എക്കാലവും ഇടതുപക്ഷത്തിൻ്റെ ക്രോസ് വോട്ടിംഗ് കൊണ്ടായിരുന്നു ശ്രീമാൻ രമേശ് ചെന്നിത്തല ഹരിപ്പാട് നിന്ന് വിജയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ഒരു BJPക്ക് വിജയസാധ്യത ഉണ്ടെന്ന് കണ്ടതോടുകൂടി മത്സരം അവിടെ BJPയും UDFും തമ്മിലായി മാറിയ ഒരു സ്ഥിതിവിശേഷം. അവിടെ LDF എന്നുള്ളത് അപ്രസക്തമായിപ്പോയി. കാരണം LDFുകാർക്ക് വലിയ അമർഷത്തിലായിരുന്നു. അവർ കരുതുന്നത് പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ കൊടുക്കാതിരിക്കുക, പാർട്ടി അവരാഗ്രഹിക്കുന്ന തരത്തിലൊരു മത്സരം നടത്താതിരുന്നതിൽ വളരെ നിരാശയിലായിരുന്നു ഇടത് നേതാക്കന്മാർ. അപ്പോൾ എന്തിനാണ് എക്കാലവും ഞങ്ങളുടെ ചെലവിൽ രമേശ് ജയിക്കുന്നത് എന്നൊരു ചിന്ത അവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ടായി. അപ്പോൾ അവരുടെയൊക്കെ വോട്ടുകൾ അതുകൊണ്ട് നമുക്കാണ് വന്നിട്ടുള്ളത്. നമ്മളും BJPയും UDFും തമ്മിലുള്ളൊരു മത്സരം എന്ന പ്രതീതി ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അത് അവസാനം വരെ നിലനിർത്താനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ ഇതുപോലെ തന്നെ വികസന പ്രശ്നങ്ങൾ അത് എത്രത്തോളം ചർച്ചയായിട്ടുണ്ട്? അത്തരം ഏതെങ്കിലും വികസന കാര്യങ്ങൾ പ്രഥമ പരിഗണനയിൽ ജയിച്ചു കഴിഞ്ഞാൽ ഹരിപ്പാട്ട് നടപ്പാക്കാനായിട്ട് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് നമ്മൾ ആദ്യം മുതൽ പറയുന്നു. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ശ്രീമാൻ രമേശ് ചെന്നിത്തല അദ്ദേഹം വ്യക്തിപരമായ വലിയ ഔന്നത്യമുള്ള നേതാവാണ്. അദ്ദേഹം ഒന്നുമില്ലാതെയാണ് ഹരിപ്പാട്ടേക്ക് എത്തുന്നത്. ഒരു 26-ാം വയസ്സിൽ ഹരിപ്പാട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ന് എന്തൊക്കെ ആയിട്ടുണ്ട് അതെല്ലാം ഹരിപ്പാട്ടുകാരാക്കിയതാണ്. അദ്ദേഹത്തെ MLA ആക്കി, മന്ത്രിയാക്കി, പ്രതിപക്ഷ നേതാവാക്കി, ആഭ്യന്തരമന്ത്രിയാക്കി, KPCC പ്രസിഡൻ്റാക്കി, എല്ലാം അദ്ദേഹത്തിന് ഹരിപ്പാടിൻ്റെ മണ്ണിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ അദ്ദേഹം എന്ത് ഹരിപ്പാടിന് തിരികെ കൊടുത്തു എന്ന ചോദ്യത്തിന്
വലിയ ഒരു ചോദ്യചിഹ്നമാണ്. അത് ഇന്നേ വരെ അതിന് അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടില്ല. കാരണം സ്വന്തം ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ പോലും പറ്റാത്തൊരു നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, വിജയിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന. ഒന്ന്, ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക. രണ്ട്, തീരപ്രദേശത്തിന് സുരക്ഷ. ഈ 2 കാര്യങ്ങൾ നിറവേറ്റിയിട്ടായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും നാളത്തെ ദിവസം ഹരിപ്പാട്ടും ഇന്ത്യയുടെ ആവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും വളരെ ആത്മവിശ്വാസവും സന്തോഷത്തിലുമാണ് ഞങ്ങളെല്ലാവരും. നല്ലൊരു ചരിത്രം കുറിക്കുന്ന റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അതുതന്നെയാണ്, ഹരിപ്പാട്ട് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥി. അതുപോലെ പ്രവർത്തകരുമെല്ലാം അത് പ്രതീക്ഷിക്കുന്നു. അതുപോലെ അവർ ഓരോ പ്രവർത്തകരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പ്രയത്നത്തിൻ്റെ എല്ലാം ഫലം നാളെ വോട്ടെണ്ണുമ്പോൾ NDAക്ക് അനുകൂലമായി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. KP വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഹരിപ്പാട് NDA സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതി. സുധീഷ് ഗോപാലാണ് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചത്.